ഒരു തരത്തിലും ആകുന്നില്ല എനിക്ക്. ഇല്ല നിങ്ങൾ കരയണ്ട. ഏതെങ്കിലും നല്ല മനസ്സുള്ള ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ കരയണ്ട. നല്ല മനസ്സുള്ള ഏതെങ്കിലും ഒരാൾ കൈപിടിച്ച് ഉയർത്താനുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും. കരയണ്ട. ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ സഹായിക്കാൻ അങ്ങനെ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു കരം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന് വിചാരിക്കാം. എന്താ പറയാനില്ല ഇനി? യൂസഫ് അലി സാറോ അല്ലെങ്കിൽ ബോച്ചയോ അല്ലെങ്കിൽ വേറെ ടോണി അച്ചായനോ ആരെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇതേപോലെ ചാരിറ്റി ചെയ്യുന്ന ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് അല്ലേ സഹായിക്കാൻ പറ്റുമെങ്കിലല്ലേ? അതെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ വണ്ടി തന്നെ ഇപ്പോൾ ലോണിലാണല്ലോ. ഇത് 3274 റുപ്യ 5-ാം തീയതി അടക്കണം, 4-ാം തീയതി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂരാണ്. മട്ടന്നൂർ തലശ്ശേരി റോഡ് കനാലിൻ്റെ സൈഡ്. ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ലോട്ടറി വെക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം, അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം, വീഡിയോ എടുത്തിട്ട് സഹായിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായം വേണം, അതാണ് മെയിനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെയധികം ദയനീയമായ കഥയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയുന്നുണ്ട്. നമുക്കെന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ ആ ദയനീയ കഥയൊന്ന് കേൾക്കാം. നമുക്കെന്തായാലും ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. പേരെന്താ? എൻ്റെ ഒരു കെ സുരേഷ് ബാബു. ലോട്ടറി വെക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായ? ഞാൻ 28 ഏകദേശം 28 വർഷമായി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് ഇപ്പം കണ്ടപ്പോഴും മനസ്സിലായി. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾക്ക് അതിൽ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, അതുപോലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അതൊന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടങ്ങളാണ്. 14 ലക്ഷം റുപ്യ കടമുണ്ട്. ഭാര്യയൊക്കെ അങ്ങ് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് സുഖമില്ലാണ്ട് കിടക്കാം. എന്ത് കംപ്ലൈൻറ്റ്? ഡിസ്ക് കംപ്ലൈൻറ്റ് ആയിട്ട് കിടക്കാം. അന്ത്യൊക്കെ ഇങ്ങനെ 60% വികലാംഗനാണ്. പിന്നെയുള്ള മൊത്തത്തിൽ എല്ലാം കൊണ്ടും പിള്ളേരുടെ പഠിപ്പ് കാര്യങ്ങളെല്ലാം കൂടി ഒരു 10-14 ലക്ഷം റുപ്യ കടത്തിലുള്ളത്. ബാങ്ക് ലോൺ എടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല. അവർ ബാങ്കിൽ അങ്ങനെ നിരന്തരം ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നു. വീട്ടിലാണെങ്കിൽ വലിയ വളരെ പ്രയാസമുള്ള ഇതിലാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലാണ്. ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ജപ്തി ചെയ്യും, പിന്നെ ഇത് കേസാക്കും, അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കുഴപ്പത്തിലെല്ലാം ഉള്ളത്. ഇപ്പം ഈ വണ്ടി ഇല്ലാണ്ട് ഞാൻ കുറേ കടന്നുപോയി. അതിൽ 2.5 മാസത്തോളം വീട്ടിൽ തന്നെയായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഭാര്യേൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് എക്സ്ട്രാ ഫിറ്റാക്കും എൻ്റെ പേരിലേക്ക് മാറ്റി. എന്താ വെച്ചാലും ഇപ്പം വളരെ പോക്കാൻ കച്ചവടമില്ല, പണിയില്ല. അന്നന്ന് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകാന്നല്ലാതെ വേറെ ലോൺ അടക്കാനോ ഒരാളോട് 100 രൂപ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. കള്ളന്മാർ കളിക്കുമ്പോൾ കളിക്കേണ്ട അവസ്ഥയിലാണ്. വളരെ ദയനീയമായ രീതിയാണ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണുള്ളത്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതിലുള്ള ഭാര്യയ്ക്ക് അങ്കയിൽ തീരെ കഴിയുന്നില്ല. നടുവേദനയും ഒരു ബുക്കിൻ്റെ പ്രശ്നങ്ങൾ വേറെ മൊത്തത്തിൽ എല്ലാം കൂടി എന്ന് വെച്ചാൽ കുടുംബമാകെ ഒന്നടക്കം വന്നാൽ എല്ലാവർക്കും സുഖമായിരുന്നു. മോന് സുഖമില്ലാണ്ടായിരുന്നു കുറേ. ഓനും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത്. എത്ര മക്കളാണ് നിങ്ങൾക്കുള്ള? എൻ്റെ 2 മക്കൾ. ഒന്ന് CMA പഠിക്കുന്നത്. അവക്കും പനിയെല്ലായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഒരാണും ഒരു പെണ്ണ്. രണ്ടുപേരും പഠിക്കുന്നതാണ്. ഈ പഠിക്കലും ഈ ചെലവ് ഇതെല്ലാം കൂടി ഈ ലോട്ടറിയിലെ കൂടെ തന്നെ ആക്കണം. വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ ലോട്ടറിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എത്ര ലോട്ടറി വെക്കും ഒരു ദിവസം? ഒരു 90 ടിക്കറ്റ്. 90 വിറ്റാൽ എന്താ കിട്ടുന്നത്? 90 വിറ്റാൽ 50 റുപ്യ അല്ല. ആടം കൊടുത്തു കഴിഞ്ഞാൽ 10-500 റുപ്യ കൈമല്ലുണ്ടാവും. അതിനെ കൊണ്ട് വീട്ടു ചെലവ് എല്ലാ കാര്യങ്ങളും കഴിയണം. പിന്നെ ചികിത്സ, അതുപോലെ മരുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൽ തന്നെ കഴിയണം അല്ലേ? സഹായത്തിനാരും ഇല്ലേ? ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും ഓരോരുത്തർ. അത് ശരി തന്നെയാണ്. ഇവരെ സഹായിക്കുന്നതിന് പരിധിയുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും സഹായിക്കണമെന്നില്ല. എല്ലാവരും ഓരോരുത്തർ പാടും വെച്ച് ഇങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ തന്നെ പതപ്പിക്കണം, വേറെ രക്ഷയൊന്നുമില്ല. ഒരാൾ 100 ക്യാപ്പ് കൊടുത്താനില്ല. അതാണ് അവസ്ഥ. പിന്നെ സുരേഷ് ബാബു ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്രീസ് അടിക്കുന്ന ഒരു ചേട്ടനെ കണ്ട. ചേട്ടൻ എല്ലാ വണ്ടിക്കും ഇങ്ങനെ ലോട്ടറി ഇങ്ങനെ കൈ കാണിച്ച് നോക്കും. ഇതാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ കൂടുതലും. ഇദ്ദേഹം ഇങ്ങനെ വണ്ടിക്കെല്ലാം കൈ നീട്ടിയിട്ട് ലോട്ടറി വിറ്റ് സഹായിക്കുമെന്ന്. ഇദ്ദേഹത്തിൻ്റെ ജോലി ഗ്രീസ് അടിയാണ്. ഗ്രീസിൻ്റെ ഇത് കണ്ട അവിടെ. അപ്പോൾ ചേട്ടാ
എന്താ ഇത് പരിപാടി? ഇത് നമുക്ക് സഹായിക്കാം. ഗീസടി ഇല്ലാത്ത സമയത്ത് ആ ലോട്ടറിക്കാരന് ഒരു ഹെൽപ്പ് നടക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അയാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. വെള്ളം ദാഹിച്ചാൽ വെള്ളം കൊണ്ട് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ തൊഴിലാണ്. ആ തൊഴിലിന് ഇതൊക്കെ നോക്കണം. അങ്ങനെ നമുക്ക് ചെയ്യുന്നില്ല, അല്ലാണ്ട് അയാളുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല. അയാൾക്കൊരു സഹായം, ഒരു ചാൻ വയറിന് വേണ്ടി ജീവിക്കാനല്ലേ. എല്ലാവരും ആ ജീവിതമല്ലേ നമുക്ക് കണ്ടെത്തുന്നത്. ആ ജീവിതത്തിൽ നമ്മളെ തടി കൊണ്ട് എന്ത് സഹായിക്കാൻ പറ്റുമോ അത് നമ്മൾ സഹായിക്കും. അത് ഏത് തന്നെ ശരി, വീണ് കിടക്കണവനെ തന്നെ എടുക്കും, വണ്ടി ആക്സിഡന്റ് ആയവനെ എടുക്കും, ഇതാക്കണം. ഞാൻ ഇതുവരെ ആരുടെ ഒരു അനുകൂലം മേടിച്ച് തിന്നിട്ടില്ല, തിന്നോ ഇല്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഇത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു സേവന ഭാരം വെച്ചിട്ട് അയാൾക്ക് ഒരു അനുകൂലം. അനുകൂലം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓടിച്ചടി എടുക്കാൻ പറ്റൂല, ഒരു വെള്ളം എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഗീസടിക്കുമ്പോൾ എന്നോട് പറയും കുറച്ച് വെള്ളം കൊണ്ടെത്താ, അത് ഇതൊക്കെ എന്ന് പറയും. ഞാൻ കൊണ്ട് കൊടുക്കും, ഇതൊക്കെ ആക്കും. അങ്ങനെ വണ്ടി വരുമ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും, എടുക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഈ സ്ഥലം ശരിക്കൊന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഈ സ്ഥലം മട്ടന്നൂർ കല്ലേരി കനാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. തലശ്ശേരി റോഡ്, പിന്നെ നമ്മുടെ വാട്ടർ അതിർത്തിയിലേക്കും പിന്നെ എക്സൈസ് ഓഫീസിലൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ വണ്ടി വരുമ്പോൾ ഇങ്ങനെ ഇത് അയാൾക്ക് ഇന്നത്തെ ദിവസം വിറ്റ് ചോദിക്കണമല്ലോ. ഇന്നത്തെ ദിവസം വിറ്റ് ചോദിച്ചാൽ അയാൾ ഒരു ചാൻ വയറ് കഴിയും. അയാൾക്ക് ഇത് വിറ്റ് ചോദിച്ചെങ്കിലാണ് ഒരു ഇത് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടിങ്ങനെ ചെയ്തതാ. എന്തായാലും നിങ്ങൾ ചെയ്യുന്നതും പുണ്യകർമ്മമാണ്. അതെ, ഇത് പുണ്യം തന്നെ. ഇത് ആരും പറഞ്ഞു തന്നതല്ല, ഇത് എൻ്റെ സ്വന്തം ഇഷ്ടമായി ചെയ്യണതാണ്. ഇതാരും പറഞ്ഞിട്ടോ ധിക്കരിച്ചിട്ടോ ഒരു ഇതായിട്ട് ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല. അവരെന്ത് പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ വേണ്ട. ഇത് ഇഷ്ടമുണ്ട് സർക്കാർ. എൻ്റെ പേര് ഷാജി. തില്ലങ്കേരി. തില്ലങ്കേരിയാ. അപ്പോൾ എന്തായാലും ഇതേപോലെ അദ്ദേഹത്തെ സഹായിക്കും. നിങ്ങൾക്ക് ജോലിയില്ലാത്ത സമയം അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചിട്ട് സഹായിക്കും. നമുക്കാരും അവരുടെ ജീവിതം കഴിയുമല്ലോ. നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും അയാളുടെ ജീവിതം നമ്മൾ കൊടുക്കണം. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതുപോലെ വണ്ടി വരുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഇഷ്ടമുള്ളവരെടുക്കും, ഇഷ്ടമില്ലാത്തവർ പോകും. അങ്ങനെ അധികം ചിലവാകും. അധികം ഞാനിങ്ങനെ ഈ പണിയുള്ളതുകൊണ്ട് എന്നെ അറിയാം, വണ്ടിക്കാരറിയണമുണ്ട്. വന്ന് എൻ്റെ അടുത്ത് നിന്ന് മേടിക്കും. ഇതിലോട്ട് തുടങ്ങിയൊന്ന് ചോദിക്കും. അല്ല, ഞാൻ ഇവരുടെ എൻ്റെ കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞ് സഹായിച്ച് അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നല്ല കാര്യം തന്നെ. പിന്നെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യുന്ന ഒരു ടിക്കറ്റ്, ഒറ്റ ടിക്കറ്റ് ലാസ്റ്റ് ഫൈനലാണ്. എടുത്ത എടുക്കട്ടെ, ഓരെണ്ണം എടുക്കട്ടെ. ഈ കടം എന്ന് പറയുമ്പോൾ എല്ലാം ബാങ്കിൽ തന്നെയാണോ? എല്ലാം ബാങ്കിൽ തന്നെ. എത്ര ബാങ്കിലുണ്ട് മൊത്തം കടം? 6 ബാങ്കിലുണ്ട്. 6 ബാങ്കിൽ കുറേശ്ശെ ഞാൻ അടച്ചടച്ചിട്ട് എടുത്തിട്ട് ഡെയിലി ഡെപ്പോസിറ്റ് കൊടുക്കലാണ്. അപ്പോൾ ആടുന്ന് കൊറോണേൻ്റെ സമയത്ത് പിന്നെ പെട്ടി അടക്കം എടുത്തിട്ട് മുനിസിപ്പാലിറ്റി മാറ്റിച്ചു. അതിനുശേഷം കച്ചവടം ഇല്ല. ഇങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ എക്സൽ സോഡന്റെ മുമ്പിലായിരുന്നു കട, പണ്ടത്തെ കട. ആ കട മുനിസിപ്പാലിറ്റി എടുപ്പിച്ച. അതിനുശേഷം നമുക്ക് തന്നത് അങ്ങേ ഭാഗത്ത് ആശുപത്രിയിൽ പോകുന്ന പോലീസ് സ്റ്റേഷന്റെ ചുമരിനോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിന് അങ്ങോട്ട് ഒരു കുട്ടികളും വരുന്നില്ല, കച്ചവടവും ഇല്ല. അതുകൊണ്ട് വളരെ ദയനീയമായി പോയി. അതുകൊണ്ട് ഈ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നത്. അല്ലാണ്ട് ചെറിയ കച്ചവടം എന്ന് വെച്ചാൽ ഞാൻ കച്ചവടം ഡെയിലി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങലേ എന്നാരോ ആ സമയത്ത്. എന്നിട്ട് പിന്നെ ബമ്പറിലും വന്ന് കഴിഞ്ഞപ്പോൾ ബമ്പറിൽ കൂടുതൽ എടുക്കലും ഇങ്ങനെ അടക്കലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുമ്പോൾ ചെയ്യാം. ഇപ്പം നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദയനീയ അവസ്ഥയിലാണുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയ ലോൺ എന്ന് പറയുമ്പോൾ ലോണ് ഏറ്റവും വലുത് 4 ലക്ഷത്തിൻ്റെ വീട്ടിനെടുത്ത ലോണാണ്. ആ PMA വഴി കിട്ടിയ വീടാണ്. ആ പണി തീരാതെ കൊണ്ട് പിന്നെ കുയ്യാട്ട് കിടക്കുമ്പോൾ എല്ലാം ബെൽറ്റ് അതിന് ഇട്ട് ആ ബെൽറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് പണി തീർക്കാനായിട്ടില്ല. അതെല്ലാം ബുദ്ധിമുട്ടിലായി പോയി. അതൊരു പണഭാഗത്ത് അതിനെ കിട്ടിപ്പോയ സ്ഥലം തന്നത് കിട്ടിയത്. അത്ര സ്ഥലമുള്ളൂ. മിച്ചഭൂമിയല്ല, അമ്മ തന്ന സ്ഥലം ബാക്ക് പണയായിരുന്നു, പണ്ടത്തെ പണയാണ്. ആ പണയിൽ ഫില്ലറിലാക്കിയിട്ടാണ് വീടാക്കിയത്. ആ വീടാക്കിയിട്ട് വീട്ടിന്റെ പണിയും ഫുള്ളായിരുന്നില്ല. സ്റ്റെയർകേസിന്റെ പണിയും അങ്ങനെ തന്നെയുണ്ട്. ടൈലിട്ടിട്ടില്ല. അറിയാത്തിനും കക്കൂസിനും കുളിമുറിക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയുണ്ട്. ഒന്നും ഒരു വല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഈ 4 ലക്ഷം രൂപ ലോണിൽ ഇപ്പം ബാങ്കിലുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ ലോണാണല്ലേ? ആ ലോണാണ്. അതിപ്പോ ടോട്ടൽ എത്രയായിട്ടുണ്ട്? ടോട്ടൽ ഇപ്പോൾ 3 ലക്ഷത്തിന്റെ വന്നിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അടച്ചിട്ടുള്ളൂ. 4 ലക്ഷത്തിന് പലിശയായിട്ട് പലിശയും പലിശേന്റെ പലിശ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 3 ലക്ഷത്തിന് ഇപ്പം വന്നിട്ടുള്ളൂ. അപ്പോൾ 4 3 7 ലക്ഷമായി അതല്ലേ? അപ്പോൾ അതാണ് എത്രയും പെട്ടെന്നൊന്ന് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എന്തോ പറയാനുണ്ടാവും? അത് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറയാം. സങ്കടപ്പാടാണ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആകുന്നില്ല, പോകുന്നില്ല, മുമ്പോട്ട് പോകാനാകുന്നില്ല. തരത്തിലും ആകുന്നില്ല എനിക്ക്. ഇല്ല നിങ്ങൾ കരയണ്ട. ഏതെങ്കിലും നല്ല മനസ്സുള്ള ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ കരയണ്ട. നല്ല മനസ്സുള്ള ഏതെങ്കിലും ഒരാൾ കൈപിടിച്ച് ഉയർത്താനുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും.
കരയണ്ട. ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ സഹായിക്കാൻ അങ്ങനെ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു കരം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ മട്ടന്നൂർ തലശ്ശേരി റോഡിൽ വരുന്ന ഓട്ടോ ആയാലും സ്കൂട്ടറായാലും ബൈക്കിലായാലും യാത്ര ചെയ്യുന്നവർ നിങ്ങൾ ഇവിടെ തന്നെ ഇപ്പം വെക്കുന്നത്? ഞാൻ ഇവിടെയും വെക്കും, രാവിലെ മട്ടന്നൂർ സ്റ്റാൻഡിലും വെക്കും. മട്ടന്നൂർ സ്റ്റാൻഡിലും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തെ ലോട്ടറി എടുത്തിട്ട് മുമ്പിൽ ഇപ്പം ഉണ്ട് അവിടെ തന്നെ, രാവിലെ 7 മണിയാകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ലോട്ടറി എടുത്തിട്ടെങ്കിലും സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് അല്ലേ? അതുപോലെ നിങ്ങളെ നമ്പർ ഇതിൽ വെച്ചോട്ടെ. ആർക്കെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഗൂഗിൾ പേയിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും സഹായിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നത്തെ കാലത്ത് ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും സഹായിക്കും. എന്താ പറയാനില്ല ഇനി? യൂസഫ് അലി സാറോ അല്ലെങ്കിൽ ബോച്ചയോ അല്ലെങ്കിൽ വേറെ ടോണി അച്ചായനോ ആരെങ്കിലും എന്നെ സഹായിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇതേപോലെ ചാരിറ്റി ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അല്ലേ സഹായിക്കാൻ പറ്റുമെങ്കിലല്ലേ? അതെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ വണ്ടി തന്നെ ഇപ്പൊ ലോണിലാണല്ലോ. ഇത് 3274 റുപ്യ 5-ാം തീയതി അടക്കണം, 4-ാം തീയതി. ഇത് ലോണിലാണ്. ഇത് ഓളെ പേരിൽ ലോൺ എടുത്ത്. എൻ്റെ വണ്ടി സർക്കാർ തന്ന വണ്ടി പോയി സർക്കാർ തന്ന വണ്ടി പോയതിന് ശേഷം 2.5 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഇതാക്കിയതാ, ഓളെ പേരിലെടുത്താ. പക്ഷെ വീട് ദിവസം പട്ടിണിയല്ലായിരുന്നു. അതുകൊണ്ട് കുടുംബം പട്ടിണിയാകുന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലോട്ടറി. അപ്പോൾ മട്ടന്നൂർ ഏരിയയിൽ ഇവരെ കണ്ടിട്ടുണ്ട്, ലോട്ടറി എടുത്തിട്ടെങ്കിലും എന്തായാലും ഒന്ന് സഹായിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ഈ വഴി വരുന്നവർ മട്ടന്നൂർ ഏരിയയിൽ ഇദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലോട്ടറി എടുത്തിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം. അങ്ങനെയെങ്കിലും വലിയൊരു സഹായം ഉണ്ടാകട്ടെ. ഇപ്പം വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 90 ലോട്ടറി ഒക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിലപ്പുറം പുണ്യം വേറെ ഒന്നുമില്ല. നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്നതിൽ അപ്പുറം വേറെ ഒരു പുണ്യകർമ്മമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. വീഡിയോയിൽ നീണ്ടുപോയാൽ ക്ഷമിക്കുക അല്ലേ? അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടാവും കേട്ടോ സഹായിക്കാൻ.